ഇവിടെ വിഷയം അവതരിപ്പിച്ച് സംസാരിച്ച ജാബിർ റഹ്മാനി സൂചിപ്പിച്ചതുപോലെ കേവലം ഡൽഹിയിലെ ഒരു പെൺകുട്ടിയുടെ ക്രൂരമായ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ഒരു വിഷയമല്ല ഈ വിഷയം. നമ്മുടെ വർത്തമാനകാല സമൂഹവും നമ്മുടെ ഇന്നലകളും നമ്മുടെ നാളെയുമൊക്കെ വളരെ ഗൗരവമായി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം എന്ന രീതിയിലാണ് ഇതിന്റെ സംഘാടകർ ഇതിനെ കണ്ടിട്ടുള്ളത്. ആ അർത്ഥത്തിൽ ഇത്തരമൊരു സെമിനാറുമായി ഇത്തരമൊരു ചർച്ച സംഘടിപ്പിക്കാൻ തയ്യാറായ ഇതിന്റെ സംഘാടകരെ ഞാൻ ആദ്യമായി ആത്മാർത്ഥമായി അഭിനന്ദിക്കുകയാണ്. ഡൽഹി എന്ന് പറയുന്ന സംഭവം ഒരു പ്രതീകമാണ്. ഈ വിഷയത്തിലെ ഏറ്റവും ഒടുവിലത്തെ സംഭവം മാത്രമാണ് ഡൽഹിയിൽ ജ്യോതി എന്ന് പറയുന്ന 23 വയസ്സുള്ള ഒരു പെൺകുട്ടി അതിക്രൂരമായി കൊല ചെയ്യപ്പെടുന്നത്. ഈ കൊലപാതകമുണ്ടായപ്പോൾ രാജ്യവ്യാപകമായി വലിയ ചർച്ചകളാണ് നടന്നത്. ചിലർ പറഞ്ഞു ഡൽഹിയിൽ ഈ സംഭവത്തിനെതിരായി ഉയർന്നു വന്ന പ്രതിഷേധം ഒരു വലിയ പ്രതീക്ഷയാണ്. രാജ്യവ്യാപകമായി സ്ത്രീകൾക്ക് നേരെയുള്ള അക്രമത്തിനെതിരായി, സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന പീഡനത്തിനെതിരായി യുവതികളുടെ പ്രക്ഷോഭങ്ങളുണ്ടായി. രാജ്യത്തിന്റെ തലസ്ഥാനമായ ഇന്ദ്രപ്രസ്ഥത്തിൽ ഡൽഹിയിൽ ഇന്ത്യ ഗേറ്റിന്റെ മുമ്പിൽ വലിയ പ്രതിഷേധമാണ് രാജ്യത്തെ യുവതികളും യുവാക്കളും ഒക്കെ നടത്തിയത്. ഇതൊരു പ്രതീക്ഷയായി ചിലർ ചൂണ്ടിക്കാണിച്ചു. ചിലർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതിന്റെ കാരണങ്ങളെക്കുറിച്ച്, ഇതിന്റെ പരിഹാരങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളാണ് നടത്തിയത്. ഇതിന്റെ പരിഹാരമായി ചിലർ ചൂണ്ടിക്കാണിച്ചത് മാന്യമായി വസ്ത്രം ധരിക്കണം എന്നുള്ളതാണ്. തെഹൽക്ക ഇത് സംബന്ധിച്ച് രാജ്യത്തെ പ്രമുഖ നഗരങ്ങളിൽ, ഗ്രാമങ്ങളിൽ ഒരു ചർച്ച സംഘടിപ്പിക്കുകയുണ്ടായി, ഒരു സർവേ നടത്തുകയുണ്ടായി. ഈ ലക്കത്തിലെ തെഹൽക്ക അത് സംബന്ധിച്ച് രാജ്യത്തെ വിവിധ കോണുകളിലുള്ള വിവിധ ആളുകളുടെ അഭിപ്രായങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ആ ചർച്ചകളിൽ പങ്കെടുത്ത മഹാഭൂരിപക്ഷം വരുന്ന പുരുഷന്മാരും പറഞ്ഞത് സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന ഈ അതിക്രമങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു കാരണം അവർ മാന്യമായി വസ്ത്രം ധരിക്കുന്നില്ല എന്നുള്ളതാണ്. മാന്യമായി വസ്ത്രം ധരിക്കാത്തതാണോ യഥാർത്ഥത്തിൽ ഇത്തരം സംഭവങ്ങളുടെ പുറകിലുള്ള ഛേദോവികാരം? ഇതിനെതിരായി ചിലർ പറഞ്ഞതാവട്ടെ, അങ്ങനെയാണെങ്കിൽ 2 വയസ്സുള്ള കുട്ടി എങ്ങനെയാണ് പീഡിപ്പിക്കപ്പെടുന്നത്? എം.എൻ. കാരശ്ശേരി കുറച്ചുകൂടി കടന്നു പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ കടിക്കുന്ന നായയാണല്ലോ കെട്ടിയിടേണ്ടത്. പട്ടി കടിക്കും എന്ന് വിചാരിച്ച് കടിക്കപ്പെടുന്ന മനുഷ്യരെ ആരും കെട്ടിയിടാറില്ല, കടിക്കുന്ന നായയാണ് കെട്ടിയിടാറുള്ളത്. ചിലർ പറഞ്ഞു ഇതിന്റെ പരിഹാരമായി കോ എഡ്യൂക്കേഷൻ നിർത്തലാക്കണം. ഇവിടെ ബഹുമാനപ്പെട്ട സോൾഡാർട്ടിന്റെ പ്രതിനിധി ഇരിക്കുന്നുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയാണ് ഈ വാദഗതി ഉയർത്തിക്കൊണ്ടുവന്നത്. വർമ്മ കമ്മീഷൻ സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും സുരക്ഷയെ സംബന്ധിച്ച് ഈ രാജ്യത്തെ വിവിധ സംഘടനകളുടെ അഭിപ്രായം ചോദിച്ചപ്പോൾ ജമാഅത്തെ ഇസ്ലാമി ഒരു അഭിപ്രായമായി പറഞ്ഞത് കോ എഡ്യൂക്കേഷൻ നിർത്തലാക്കണം എന്നുള്ളതാണ്. ഇനി മുതൽ പെൺകുട്ടികൾക്ക് പ്രത്യേകമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വേണം, ആൺകുട്ടികൾക്ക് വേറെ വിദ്യാഭ്യാസ സ്ഥാപനം വേണം. പെൺകുട്ടികൾക്ക് മാത്രമായി വിദ്യാഭ്യാസ സ്ഥാപനം നടത്തിയാൽ പെൺകുട്ടികൾക്ക് നേരെയുള്ള അക്രമങ്ങൾ കുറയും എന്നത് ഏത് കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ്, ഏത് പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ജമാഅത്തെ ഇസ്ലാമി അത്തരമൊരു വാദഗതി ഉയർത്തിയത് എന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ചിലർ പറഞ്ഞത് ശാന്തീകരിക്കണം, കൊലപാതകം വേണം, തൂക്കുകയർ വിധിക്കണം,
കഠിനമായ ശിക്ഷ വേണം. അങ്ങനെ വലിയ ശിക്ഷ കൊടുത്തതുകൊണ്ട്, തൂക്കുകയർ വിരിച്ചതുകൊണ്ട്, ഷണ്ഡീകരിച്ചതുകൊണ്ട് ഈ രാജ്യത്തെ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ കുറച്ചു കൊണ്ടുവരാൻ സാധിക്കുമെന്നതിന് വല്ല തെളിവുകളുമുണ്ടോ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ രാജ്യത്ത് റയറസ്റ്റ് ഓഫ് റയർ കേസുകളിൽ വധശിക്ഷ ഇന്ത്യൻ പീനൽ കോഡിൽ പറയുന്നു. എത്രയോ പ്രതികളെ ഇതിനകം തൂക്കുകയറിന് വിധേയനാക്കി കൊല്ലപ്പെട്ടിട്ടുണ്ട്, കൊല ചെയ്തിട്ടുണ്ട്. എന്നാൽ കൊലപാതകം നമ്മുടെ രാജ്യത്ത് അവസാനിച്ചിട്ടുണ്ടോ? അക്രമങ്ങൾ ഈ രാജ്യത്ത് തൂക്കുകയർ വിധിക്കപ്പെട്ടു എന്ന കാരണം കൊണ്ട് കുറഞ്ഞിട്ടുണ്ടോ? ചിലർ പറഞ്ഞു രാജ്യത്തെ സിനിമകളാണ്, രാജ്യത്തെ ടെലിവിഷനുകളാണ്, ഉപഭോഗ സംസ്കാരമാണ് ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾക്കും ബലാത്സംഗത്തിനുമൊക്കെ കാരണമാകുന്നത് എന്ന വാദഗതിക്കാരായി. സത്യത്തിൽ എന്താണ് പരിഹാരം? എന്താണ് പരിഹാരം എന്ന് ചോദിക്കുമ്പോഴാണ് ISMന്റെ ഈ ചർച്ചയ്ക്ക് പ്രസക്തിയേറുന്നത്. പരിഹാരം എന്ന് പറയുന്നത് ധാർമ്മികതയാണ്, ധാർമ്മിക ബോധമാണ്. ഈ ധാർമ്മിക ബോധം എവിടെ നിന്ന് കിട്ടും? ഡൽഹിയിൽ ഈ പെൺകുട്ടി, ജ്യോതി എന്ന് പറയുന്ന പെൺകുട്ടി, ബസ്സിൽ ഏതാനും ജീവനക്കാർ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് റോഡിലേക്ക് വലിച്ചെറിയപ്പെട്ടപ്പോ ആ പെൺകുട്ടിക്ക് വേണ്ടി ഡൽഹിയിലെ ഇന്ത്യ ഗേറ്റിന് മുമ്പിൽ മെഴുകുതിരി കത്തിച്ചു വെച്ച കൂട്ടത്തിലുള്ള യുവാക്കളിൽ ഒരുപക്ഷെ ഈ റോഡിലേക്ക് വലിച്ചെറിയപ്പെട്ട പെൺകുട്ടി തന്റെ ജീവന് വേണ്ടി യാചിച്ചപ്പോ ഒന്ന് തിരിഞ്ഞുപോലും നോക്കാതെ മുഖം തിരിഞ്ഞ് നടന്നു കളഞ്ഞ യുവാക്കൾ ഉണ്ടാവില്ല എന്ന് ആർക്ക് പറയാൻ സാധിക്കും? സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടി വലിയ മുദ്രാവാക്യം മുഴക്കിയ യുവതികളില്ലേ, അർദ്ധനഗ്നയായി ആ റോഡിൽ കിടക്കുമ്പോ ഒരു ഷാളെങ്കിലും വലിച്ചെറിഞ്ഞു കൊടുത്ത് ഈ സ്ത്രീയുടെ നഗ്ന ശരീരം മറയ്ക്കാൻ സഹായിക്കാത്ത യുവതികൾ ആ ഡൽഹിയിലെ തെരുവിലൂടെ നടന്നുപോയില്ല എന്ന് ആർക്ക് പറയാൻ സാധിക്കും? ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ചതുകൊണ്ടായോ? അവിടെ ഈ പെൺകുട്ടിയെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ, ഈ പെൺകുട്ടിയെ അവരുടെ നഗ്ന ശരീരം മറയ്ക്കാൻ ഒരു മനസ്സുണ്ടാവണമെങ്കിൽ അവിടെയാണ് ധാർമ്മികതയുടെ സ്ഥാനം, അവിടെയാണ് ധർമ്മത്തിന്റെ സ്ഥാനം. ആ ധർമ്മം ലഭിക്കേണ്ടത് എവിടെ നിന്നാണ്? ആ ധർമ്മം മതത്തിന് കൊടുക്കാൻ സാധിക്കും. ആ ധർമ്മം പകർന്നു നൽകാൻ വിധിക്കപ്പെട്ട മതപണ്ഡിതന്മാർക്ക് അതിന് സാധിക്കുന്നുണ്ടോ എന്ന ആത്മപരിശോധനകൾ നിർബന്ധമായും അനിവാര്യമാണ്. വിദ്യാഭ്യാസത്തിന് അത് പകർന്നു കൊടുക്കാൻ സാധിക്കും. വിദ്യാഭ്യാസത്തിന് അത് പകർന്നു കൊടുക്കാൻ ഇന്നത്തെ കാലത്ത് സാധിക്കുന്നുണ്ടോ? നമ്മൾ എങ്ങനെ കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്നത്? അവർ ധാർമ്മികമായി ഉയർന്ന നിലവാരമുണ്ടാകാൻ വേണ്ടിയാണ്. സ്കൂളിൽ പോകുന്ന കുട്ടിയോട് നമ്മൾ പറയുന്നത് നന്നായി പഠിക്കണം, നന്നായി പഠിച്ചാലേ നല്ല ജോലി കിട്ടൂ, നല്ല ശമ്പളം കിട്ടൂ, നല്ല പണം കിട്ടൂ, ആശ്വാസമായി ജീവിക്കാൻ കഴിയൂ. രക്ഷിതാക്കൾ കുട്ടിയെ സ്കൂളിലേക്ക് പറഞ്ഞയക്കുമ്പോൾ അവനും വെക്കുന്ന മന്ത്രം ഇതാണ്: പണത്തിന് വേണ്ടി കൊടുക്കാൻ രക്ഷിതാക്കൾക്ക് കഴിയും, പിതാവിന് കഴിയും, ഉമ്മക്ക് കഴിയും. പുതിയ കാലത്ത് അതിന് സാധിക്കുന്നുണ്ടോ? വീട്ടിലേക്ക് ആരെങ്കിലും ഫോൺ വിളിച്ചാൽ കുട്ടിയോട് പറയും ഫോൺ എടുത്തിട്ട് വാപ്പ ഇവിടെ ഇല്ല എന്ന് പറയാൻ. അവിടെ തുടങ്ങി കുട്ടി അധാർമികയെ തെറ്റായ വഴിയിലേക്ക് പ്രേരിപ്പിക്കുന്നത് അവിടെ നിന്ന് തുടങ്ങുന്നു. ഒരു ട്രെയിനിൽ കയറിയാൽ 5 വയസ്സായ കുട്ടിയോട് 6 വയസ്സായ കുട്ടിയോട് പറയും TT വന്നാൽ നിനക്ക് 5 വയസ്സ് ആയിട്ടുള്ളൂ എന്ന് പറയണം. 5 വയസ്സിന് മുകളിലുള്ള കുട്ടിക്ക് ടിക്കറ്റ് എടുക്കണം. അതുകൊണ്ട് ഈ കുട്ടിയെ പറഞ്ഞു പഠിപ്പിക്കും. TT ചോദിച്ചാൽ നിനക്ക് 5 വയസ്സ് ആയിട്ടുള്ളൂ എന്ന്. അവിടെ തകരുന്നു നമ്മുടെ ധാർമ്മികത. ചില വീട്ടിലൊക്കെ ചെന്നാൽ കുട്ടികൾ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. രക്ഷിതാക്കൾ വളരെ അഭിമാനത്തോടു കൂടി പറയും, എന്റെ മോന് 4 വയസ്സായിട്ടുള്ളൂ, കണ്ടില്ലേ ഇത്ര ഭംഗിയായിട്ടാണ് അവൻ ഗെയിം കളിക്കുന്നത്. എന്തായാലും ഗെയിം കളിക്കുന്നത് വെടിവെച്ച് 4 വയസ്സ് മുതൽ ഇവൻ വെടിവെച്ച് കൊല്ലുകയാണ്. അങ്ങനെ കൂടെ പഠിക്കുന്ന കുട്ടിയുടെ കഴുത്തറുത്ത് കൊല്ലാൻ ഇവന് യാതൊരു മടിയുമില്ലാതെ പോകുന്നത്. ഈ ധാർമ്മിക ബോധം പകർന്നു കൊടുക്കാൻ പുതിയ കാലത്ത് കഴിയാതെ പോകുന്നതാണ് ഇന്ന് നാം നേരിടുന്ന പ്രശ്നങ്ങൾക്ക് കാരണമായി ഒരു പരിധിവരെ അന്വേഷിക്കുമ്പോൾ നമ്മൾക്ക് കണ്ടെത്താൻ സാധിക്കുന്നത്. വിദ്യാഭ്യാസത്തിന് കഴിയുന്നില്ല.
ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ലോകത്തിലെ ഏറ്റവും വലിയ മൃഗശാല സ്ഥിതി ചെയ്യുന്നത് സ്വിറ്റ്സർലൻഡിലാണത്രേ. മൃഗശാലയിലെ വരാന്തയിലൂടെ കടന്നു പോകുമ്പോൾ ഒരു വലിയ വാതിൽ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും. ആ വാതിലിന്റെ മുകളിൽ ഇപ്രകാരം എഴുതിയിട്ടുണ്ടത്ര: when you open the door you can see the most terrible cruel animal in the world, beware. ഈ വാതിൽ തുറന്നാൽ നീ കാണാൻ പോകുന്നത് ലോകത്തിലെ ഏറ്റവും ഭീകരനും ക്രൂരനുമായ മൃഗത്തെയാണ്. അതുകൊണ്ട് നീ സൂക്ഷിക്കണം. വാതിൽ തുറന്നു നോക്കിയാലോ ഒരു വലിയ കണത്തിലെ ഏറ്റവും ഭീകരനും ക്രൂരനും നാം തന്നെയാണ് എന്ന് തിരിച്ചറിവുണ്ടാകുന്നത്. ഇത് മനുഷ്യരാക്കി പരിവർത്തിപ്പിക്കേണ്ട ഉത്തരവാദിത്തമാണ് വിദ്യാഭ്യാസത്തിനുള്ളത്. നെതർലാൻഡിൽ ഒരു കോളേജ് അധ്യാപകൻ, ഒരു പ്രൊഫസർ, കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു പ്രൊഫസർ ഒരു സമയത്ത് അദ്ദേഹം റിട്ടയറാകുന്ന പ്രൊഫസർക്ക് ഒരു യാത്രയപ്പ് കൊടുക്കാൻ ആ പ്രൊഫസറുടെ കുട്ടികൾ തീരുമാനിക്കുന്ന ഒരു സംഭവം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഒരു മാസികയിൽ വന്നത് ഞാൻ ഓർക്കുകയാണ്. കുട്ടികൾ തീരുമാനിച്ചു കുറച്ച് വ്യത്യസ്തമായ ഒരു യാത്രയപ്പാവണം ഈ പ്രൊഫസർക്ക് കൊടുക്കുന്നത്. പ്രൊഫസറെ ഒന്ന് ഞെട്ടിപ്പിക്കണം. അതിന് അവസാനം ഇവർ ആലോചിച്ചത്, പ്രൊഫസർ ക്ലാസ്സിലേക്ക് വരുമ്പോൾ, അവസാനത്തെ വിടവാങ്ങൽ പ്രസംഗത്തിന് പ്രൊഫസർ വരുമ്പോൾ കുട്ടികൾ മുഴുവനും ഒരു നൂൽബന്ധവുമില്ലാതെ ക്ലാസ്സിലിരിക്കണം. ഇത് കണ്ടു ഈ പ്രൊഫസർ ഞെട്ടണം. അങ്ങനെ ഒരു വ്യത്യസ്തമായ യാത്രയപ്പ് ഈ പ്രൊഫസർക്ക് കൊടുക്കാൻ വേണ്ടി കുട്ടികൾ തീരുമാനിച്ചു. അങ്ങനെ വിടവാങ്ങൽ പ്രസംഗത്തിന് പ്രൊഫസർ ക്ലാസ്സിലേക്ക് വന്നപ്പോൾ പ്രൊഫസർ കാണുന്നത് നൂൽബന്ധം പോലും ഇല്ലാതിരിക്കുന്ന കുട്ടികളെയാണ്. ക്ഷുഭിതനായി പ്രൊഫസർ. അദ്ദേഹം ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയി. എന്നിട്ട് തന്റെ ഓഫീസ് റൂമിലിരുന്നു. കുട്ടികൾ ആകെ വിഷമിച്ചു പോയി. ഒന്നും വ്യത്യസ്തനാകാൻ വേണ്ടി, ഒരു വ്യത്യസ്തമായ ഒരു പരീക്ഷണം നടത്താൻ വേണ്ടി, പ്രൊഫസറുടെ മനസ്സിൽ എന്നും തങ്ങി നിൽക്കുന്ന ഒരു യാത്രയൊക്കെ കൊടുക്കാൻ വേണ്ടി നമ്മൾ സ്വീകരിച്ചൊരു മാർഗം പ്രൊഫസർക്ക് ഇഷ്ടമായില്ല എന്ന ചർച്ചകളുണ്ടായി. അങ്ങനെ ക്ലാസ് റൂമിൽ വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കെ കുട്ടികൾ തീരുമാനിച്ചു, നമുക്ക് വസ്ത്രമൊക്കെ അണിഞ്ഞ് പ്രൊഫസറോട് മാപ്പ് പറയണം. അങ്ങനെ വസ്ത്രമൊക്കെ അണിഞ്ഞ് എല്ലാവരും മാപ്പ് പ്രൊഫസറെ അവർ കാണുന്നത് നൂൽബന്ധമില്ലാത്ത ഒരു വസ്ത്രം പോലും ധരിക്കാതെ ക്ലാസ് റൂമിലേക്ക് കടന്നു വരാൻ പോകുന്ന പ്രൊഫസറെയാണ്. പ്രൊഫസർ വിചാരിച്ചത്, കുട്ടികളിങ്ങനെ വ്യത്യസ്തമായ ഒരു തീരുമാനമെടുത്തുവെങ്കിൽ ഞാനാണ് മാറേണ്ടത് എന്ന് തീരുമാനിക്കുകയുണ്ടായി. ഇവിടെ ആർക്കാണ് ധാർമ്മികത നഷ്ടപ്പെടുന്നത്? കുട്ടികൾക്കാണോ അധ്യാപകർക്കാണോ? ഇത് തിരിച്ചറിയാൻ, ഇതിൽ ധർമ്മമേതാണ് അധർമ്മമേതാണ് എന്ന് തിരിച്ചറിയാൻ നമ്മൾക്ക് കഴിയാതെ പോകുന്നു എന്നുള്ളത് സത്യമാണ്. നമ്മുടെ ചുറ്റുപാടുകൾ ഇവിടെ പലരും പറഞ്ഞതുപോലെ ഉപഭോഗ സംസ്കാരവും കമ്പോളവൽക്കരണവും ഒക്കെ നമ്മെ ശരിയായ ദിശയിലാക്കല്ല നയിക്കാൻ പോകുന്നത്. ഇപ്പൊ നിങ്ങൾ ഈ കോഴിക്കോട്ട് അങ്ങാടിയിലെ എയർടെലിന്റെ പരസ്യം എടുത്ത് പരിശോധിക്കും. എയർടെൽ പറയുന്നത് എന്താ? എയർടെൽ കണക്ഷൻ എടുക്കൂ, നിങ്ങളുടെ കൂട്ടുകാരികളുമായി, നിന്റെ ഗേൾ ഫ്രണ്ടുമായി ചങ്ങാത്തം കൂടൂ. അവളുടെ കൂട്ടുകാരികളുമായി പരിധിയില്ലാതെ സംസാരിക്കുന്ന, ഇപ്പൊ ഗേൾ ഫ്രണ്ടുമായി ചങ്ങാത്തം കൂടിയാൽ മാത്രം പോരാ, അവളുടെ കൂട്ടുകാരികളെയും വെറുതെ വിടരുത് എന്ന് ഈ സാംസ്കാരിക നഗരിയിൽ വന്ന് ഒരു പരസ്യ പലക സ്ഥാപിക്കാൻ പുതിയ കുത്തകകൾക്ക് യാതൊരു മടിയുമില്ല. പക്ഷെ അങ്ങനെ പറയുമ്പോൾ പുതിയ തലമുറയിൽപ്പെട്ടവർ എവിടെയാണ് നിൽക്കേണ്ടത്? ഇവിടെ നമ്മുടെ സ്ഥാനം ഏതാണ് എന്ന് തിരിച്ചറിയാൻ കഴിയുക എന്നുള്ളതാണ് അധാർമികതയ്ക്കെതിരായുള്ള ഒരു വ്യക്തിയുടെ പടയോട്ടം എന്ന് പറയുന്നത്. ഇന്നത്തെ മാതൃഭൂമി പത്രത്തിൽ ലിയോ ടോൾസ്റ്റോയുടെ ഒരു കോട്ടിങ്സ് ഉണ്ട്. അദ്ദേഹം പറയുന്നത്, ലോകം മുഴുക്കെ എല്ലാവരും നടക്കുന്നത് ലോകത്തെ പരിവർത്തിപ്പിക്കാനാണ്. ഒരാളും സ്വയം പരിവർത്തനത്തിന്റെ വിശ്രാന്തിയിലെ ശവക്കലകൾ എഴുതി വെച്ച വാചകങ്ങൾ പലരും ഉദ്ധരിക്കാറുണ്ട്. ഒരു വിദ്യാർത്ഥിയായിരിക്കെ എന്റെ ആഗ്രഹം ഈ ലോകത്തെ പരിവർത്തിപ്പിക്കണമെന്നുള്ളതായിരുന്നു. ആഗ്രഹവുമായി ഞാൻ ഒരുപാട് വർഷം പോയി. ഞാൻ യുവാവായി. അപ്പോൾ എന്റെ ആഗ്രഹം ഈ രാജ്യത്തെ പരിവർത്തിപ്പിക്കണമെന്നുള്ളതായിരുന്നു. അങ്ങനെ യുവാവായി കുറെ കാലം കഴിഞ്ഞു. ഞാനൊരു വൃദ്ധനായി. അപ്പോൾ എന്റെ ആഗ്രഹം എന്റെ സമൂഹത്തെ പരിവർത്തിപ്പിക്കണം എന്നുള്ളതായിരുന്നു. വൃദ്ധനായി വാർദ്ധക്യം ബാധിച്ച് രോഗത്തോട് മല്ലടിക്കുമ്പോൾ, മരണത്തോട് മല്ലടിക്കുമ്പോൾ എന്റെ ആഗ്രഹം ഈ കുടുംബത്തെയെങ്കിലും പരിവർത്തിപ്പിക്കണം എന്നുള്ളതായിരുന്നു. പക്ഷേ അവസാനം ഞാൻ തിരിച്ചറിഞ്ഞു ഞാനൊരു സ്വയം പരിവർത്തനത്തിന്റെ വിധേയമാകേണ്ടതായിരുന്നു എന്ന്. പക്ഷെ അപ്പോഴേക്കും ഞാൻ ഈ ലോകത്തോട് വിട പറഞ്ഞിരുന്നു എന്നാണ് ശവക്കല്ലറയിൽ എഴുതി വെച്ചത്. ഒരു സ്വയം പരിവർത്തനത്തിന് വിധേയമായാൽ ഈ ലോകത്തെ പരിവർത്തിപ്പിക്കാൻ, ഈ രാജ്യത്തെ പരിവർത്തിപ്പിക്കാൻ, തന്റെ സമൂഹത്തെ പരിവർത്തിപ്പിക്കാൻ, തന്റെ കുടുംബത്തെ പരിവർത്തിപ്പിക്കാൻ സാധിക്കുമെന്ന തിരിച്ചറിവാണ് യഥാർത്ഥത്തിൽ ധാർമ്മികത നൽകുന്നത്. മതത്തെക്കുറിച്ചുള്ള അറിവുകൾ മാത്രമല്ല, മതത്തെക്കുറിച്ചുള്ള തിരിച്ചറിവുകൾ കൂടി പകർന്നു കൊടുത്താൽ ഈ ധാർമ്മികതയുള്ള പുതിയ തലമുറയെ സൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കും. അങ്ങനെ സാധിക്കുന്ന ചർച്ചകൾ ഇത്തരം കൂട്ടായ്മകൾ വഴിയൊരുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ അഭിവാദ്യം നടത്തിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.